ഫ്രണ്ട്സ്, ഏതൊരു ഡിഫൻസ് മേഖലയിലേക്കുള്ള ജോലി ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരീക്ഷ ദി സക്സസ് ആപ്പ്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ 20-ൽ പരം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ വളരെ ഈസിയായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് വളരെ ഈസിയായി പഠിക്കാനും കഴിയുന്നതാണ്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് കൂടാതെ SSC, റെയിൽവേ പോലുള്ള എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പരീക്ഷ ദി സക്സസ് ആപ്പ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആർമിയിൽ നിന്നും പുതിയൊരു ഓപ്പൺ റാലി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് കിർക്കിയിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിക്കാർക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്കും ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ 3 തസ്തികകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതായത് സോൾജർ, GD, ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് നോട്ടീസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലൂടെ അതിൻ്റെ ഒരു ഡീറ്റെയിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ഒഫീഷ്യൽ ഫുൾ ചാർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫുൾ ചാർട്ടിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പായി നിങ്ങളുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ ബെക്സ് ആൻഡ് സെൻറ്റർ, അതായത് ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആൻഡ് സെൻറ്റർ കിർക്കി, പൂനെയിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 20 ഡിസംബർ 2021 മുതൽ 2 ഫെബ്രുവരി 2022 വരെയാണ് റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നത്. അത് 20-ാം തീയതി തുടങ്ങുന്ന റാലിയുടെ എക്സാം 2 ഫെബ്രുവരി 2022 മുമ്പായി തന്നെ തീരുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. RT-PCR ടെസ്റ്റ് തന്നെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആവശ്യമുള്ളതാണ് കോവിഡിൻ്റെ ഒരു സിംറ്റംസും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. കഴിഞ്ഞ എയറോ റാലീസിലേക്ക് പോയവർക്ക് അത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ കോവിഡിൻ്റെ യാതൊരു വിധത്തിലുള്ള സിംറ്റംസും ഇല്ല എന്ന് ഗവൺമെൻറ് MBBS ഡോക്ടറിനെ കൊണ്ട് ഒപ്പിട്ട് സീൽ ചെയ്ത് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റ് ഉറപ്പായി നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. അതായത് COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കോവിഡിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ സോൾജർ, GD, സോൾജർ ടെക്നിക്കൽ, സോൾജർ ട്രേഡ്സ്മാൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് റാലി വന്നിട്ടുള്ളത്. അപ്പോൾ ഏജ് ലിമിറ്റായി വരുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. സോൾജർ GDയിലേക്ക് 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ്. അതായത് 1 ഒക്ടോബർ 2000 മുതൽ 1 ഏപ്രിൽ 2004 വരെയും. സോൾജർ ടെക്നിക്കൽ, ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലേക്ക് 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ്. അതായത് 1 ഒക്ടോബർ 1998 1 ഏപ്രിൽ 2004 ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റാലിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോൾജർ GD പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സാണ് വേണ്ടത്. ടോട്ടൽ 45% മാർക്കും ഓരോ വിഷയത്തിന് 33% മാർക്കും വേണ്ടതാണ്. സോൾജർ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണെങ്കിൽ +2 ആണ് ആവശ്യം. 50% മാർക്ക് ടോട്ടലും ഓരോ വിഷയത്തിനും 40% മാർക്കും വാങ്ങിയിരിക്കേണ്ടതാണ്. സോൾജർ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. എല്ലാ വിഷയത്തിനും 33% മാർക്ക് വാങ്ങിയിരിക്കണം. അപ്പോൾ മ്യൂസീഷ്യൻ പോസ്റ്റ് വരുന്നത് സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ്സാണ്. സോൾജർ ട്രേഡ്സ്മാൻ 8th പാസ്സാണെങ്കിൽ 8ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. എല്ലാ വിഷയത്തിനും 33% മാർക്കോടെ ആവണം പാസ്സായിരിക്കേണ്ടത്. അപ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സോൾജർ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് +2 വേണമെന്ന് പറഞ്ഞ് +2-ൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ ഈ സോൾജർ ടെക്നിക്കൽ ട്രേഡിലേക്കുള്ള റാലിയിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ സോൾജർ ട്രേഡ്സ്മാൻ പോസ്റ്റിൻ്റെ വേക്കൻസിയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. മ്യൂസീഷ്യൻ പോസ്റ്റിലേക്ക് 2 വേക്കൻസി, ഷെഫ് പോസ്റ്റിലേക്ക് 8 വേക്കൻസി, സ്റ്റെവാർഡിലേക്ക് 1 വേക്കൻസി, ഹൗസ് കീപ്പറിലേക്ക് 6 വേക്കൻസി, ടൈലറിലേക്ക് 2 വേക്കൻസി, ഡ്രസ്സറിലേക്ക് 1 വേക്കൻസി, മെസ് കീപ്പറിലേക്ക് 1 വേക്കൻസി, വാഷർമാനിലേക്ക് 1 വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുള്ളത്. ഇതിൽ മ്യൂസീഷ്യൻ പോസ്റ്റിലേക്കുള്ള ഇപ്പോൾ 2 വേക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിലും ഈ ഒരു വേക്കൻസിയിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. മുൻപത്തെ റാലീസിലേക്ക് അങ്ങനെ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പറയുന്നത്. അപ്പോൾ വേക്കൻസിയിൽ വ്യത്യാസം വരുമെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നൊന്നുമില്ല. വേക്കൻസിയിൽ വരാവുന്നതാണ്, സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻ്റ് ആണ്. അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ, മ്യൂസീഷ്യൻ പോസ്റ്റിലേക്കുള്ള റാലിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. മറ്റുള്ള പോസ്റ്റുകളിലേക്കുള്ള റാലി, അതായത് സോൾജർ GD ടെക്നിക്കൽ, പിന്നെ സോൾജർ ട്രേഡ്സ്മാൻ, മ്യൂസീഷ്യൻ പോസ്റ്റ് ഒഴിച്ചുള്ള മറ്റുള്ള പോസ്റ്റുകളിലേക്കുള്ള എല്ലാ റാലികളിലും EOHQ, അതായത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ കഴിയുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. അപ്പോൾ ഇതിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്, അതായത് ഏതൊരു റെജിമെൻറ്റിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് 24/12/2021 നടക്കുന്ന സോൾജർ ടെക്നിക്കൽ റാലിയിലാണ്. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും പങ്കെടുക്കാൻ കഴിയും. മറ്റുള്ള കാറ്റഗറിയിലൊക്കെ, അതായത് 20-ാം തീയതി നടക്കുന്ന റാലിയിൽ സോൾജർ GD റാലിക്ക് മറാത്ത റെജിമെൻറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, 22-ാം തീയതി നടക്കുന്ന റാലിയിൽ സിഖ് റെജിമെൻറ്റിൽ നിന്ന്,
23-ാം തീയതി നടക്കുന്നത് BSc കാൻഡിഡേറ്റ്സ് ഓഫ് ബെഗ്, അതായത് BEG റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്കൊക്കെയാണ്. 24-ാം തീയതി നടക്കുന്ന സോജ ടെക്നിക്കൽ റാലിയിലേക്കാണ് എല്ലാ കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് 27, 28 തീയതികളിലായിട്ടാണ് സോജ ട്രേഡ്സ്മാൻ പോസ്റ്റുകളുടെ റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നത്. ഇതിൽ മ്യൂസീഷ്യൻ പോസ്റ്റിൻ്റെ റാലി നടത്തുന്നത് 27-ാം തീയതിയാണ്. അപ്പോൾ 27-ാം തീയതി തന്നെ നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ് ഈ ഒരു റാലി നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ മറ്റുള്ള റാലികളിലും, അതായത് ഈ ഷെഫ്, സ്റ്റിവാർഡ്, ഹൗസ് കീപ്പർ തുടങ്ങിയ റാലികളിലെല്ലാം റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അവരും 27-ാം തീയതി തന്നെ എത്തിച്ചേർന്നാൽ മതിയാകും. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി പറയുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഓഫ്ലൈനായി ആപ്ലിക്കേഷൻ അയക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. റാലി നടക്കുന്ന ഡേറ്റിൽ രാവിലെ റാലി നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നാൽ മാത്രം മതിയാകും. അതായത് റാലി നടക്കുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ 24 അല്ലെങ്കിൽ അടുത്ത മ്യൂസീഷ്യൻ പോസ്റ്റിൽ റാലി നടക്കുന്ന ഡേറ്റിൽ എത്തിച്ചേരേണ്ടതാണ്. രാവിലെ 5:30 മുമ്പായി തന്നെ റാലി നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്. റാലി നടക്കുന്നത് നന്ദ ഗേറ്റ് ബെഗ് ആൻഡ് സെൻറ്റർ കിർക്കിയിലാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്, 5 മണിക്ക് മുമ്പായി തന്നെ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ മ്യൂസീഷ്യൻ പോസ്റ്റിൻ്റെ റാലിയിലേക്കാണ് പോകുന്നതെങ്കിൽ, സോജ ട്രേഡ്സ്മാൻ പോസ്റ്റിൻ്റെ റാലിയിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ നന്ദ ഗേറ്റ് ബെഗ് ആൻഡ് സെൻറ്റർ കിർക്കിയിൽ രാവിലെ 5 മണിക്ക് മുമ്പായി തന്നെ എത്തിച്ചേരേണ്ടതാണ്. അതായത് മ്യൂസീഷ്യൻ പോസ്റ്റിൻ്റെ റാലി നടക്കുന്നത് 27-ാം തീയതിയാണ്. അപ്പോൾ 27-ാം തീയതി രാവിലെ 5 മണിക്ക് മുമ്പായി തന്നെ എത്തിച്ചേരേണ്ടതാണ്. വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇന്ത്യൻ ആർമിയിൽ നിന്നും വന്നിട്ടുള്ളത്. യൂണിഫോം പോസ്റ്റ് തന്നെ നിങ്ങളുടെ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്നവർ ഈ പറഞ്ഞ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകേണ്ടതാണ്. സ്പെഷ്യലായിട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ PCC തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകേണ്ടതാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പോലും വരുത്തരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മ്യൂസീഷ്യൻ പോസ്റ്റിൻ്റെ യാതൊരു വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ല. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കണം, അത് പാസ്സായാൽ മാത്രം മതിയാകും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിയാവുന്ന, അല്ല പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. അങ്ങനെ പഠിച്ചിട്ടുള്ളവർ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ അത് നിർബന്ധമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഫ്രണ്ട്സ്, അപ്പോൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഏതൊരു ഡിഫൻസ് ഫീൽഡിലേക്കുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായാലും വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരീക്ഷ ദി സക്സസ് ആപ്പ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് സീരീസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 50% മാർക്ക് ഉറപ്പാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 599 രൂപയുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് 299 ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ കോഡായ COJ50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 299 ഈ ഒരു ടെസ്റ്റ് സീരീസ് ലഭിക്കുന്നതാണ്. ട്രസ്റ്റ് മീ ഗായ്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായും ഉപയോഗപ്പെടുന്നതാണ്. ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സ്വന്തമാക്കുക.